സംസ്ഥാനത്ത് 80% യുവജനങ്ങളും ജോലിയിൽ കടുത്ത മാനസിക സംഘർഷങ്ങൾ നേരിടുന്നതായി യുവജന കമ്മീഷന്റെ പഠന റിപ്പോർട്ട് വന്നു. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം. കുടുംബവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതാണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. തൊഴിലിടങ്ങളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് അന്ന സെബാസ്റ്റ്യൻ എന്ന യുവതി ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു യുവജന കമ്മീഷൻ വിഷയത്തിൽ പഠനം നടത്തിയത്. 5 തൊഴിൽ മേഖലയിൽ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള 1548 പേർക്കിടയിലായിരുന്നു പഠനം. ഇതിൽ കൂടുതലും ജോലി സമ്മർദ്ദം നേരിടുന്നത് IT മേഖലയിലുള്ളവരാണ്, 84.3%. രണ്ടാം സ്ഥാനത്ത് മീഡിയ മേഖലയിലുള്ളവർ 83.5%. ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിൽ 80.6%, ഗിഗ് എക്കണോമിയിൽ 75% കടുത്ത തൊഴിൽ സമ്മർദ്ദത്തിലാണ്. റീറ്റെയിൽ ഇൻഡസ്ട്രിയൽ തൊഴിൽ മേഖലയിലുള്ളവർക്ക് താരതമ്യേന തൊഴിൽ സമ്മർദ്ദം കുറവാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കുറച്ചുകൂടി ഈ ഒരു പ്രശ്നം കൂടുതൽ കണ്ടെത്തുന്നത്. സാമ്പത്തിക അരക്ഷിതാവസ്ഥയും അതോടൊപ്പം തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസ് സംബന്ധമായ പ്രശ്നങ്ങളാണ് ഈ മാനസിക സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം. ഈ കുടുംബവും ജോലിയും രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത, രണ്ടിനും മാന്യമായ സമയം ചെലവഴിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോൾ എവിടെയോ ഏതെങ്കിലും ഒന്നേ പൂർണ്ണമായും നീതി പുലർത്താൻ വേണ്ടി പറ്റൂ എന്നൊരു പ്രശ്നം ഇതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് എന്ന പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. തൊഴിൽ സ്ഥാപനങ്ങളിൽ കൃത്യമായി സ്ട്രെസ് ഓഡിറ്റ് നടത്തണമെന്നും സ്ഥാപനങ്ങളിൽ റീക്രിയേഷൻ കോർണറുകൾ സ്ഥാപിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുവാൻ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും വെൽനസ് അവർ, ഈ വെൽനസ് അവർ ഉണ്ടാക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ അതിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ 1 മണിക്കൂർ സമയത്ത് ഷെയർ ചെയ്യാനും മറ്റുമെല്ലാം ഉള്ള ഒരു സംഭവം. അപ്പോൾ തൊഴിലിടങ്ങളിൽ പരമാവധി ഒരു ഫ്രണ്ട്ലി ആക്കി മാറ്റി തീർക്കാനുള്ള ഒരു നിർദ്ദേശം, അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി വെക്കുന്നത്. അടുത്ത ഘട്ടമായി തൊഴിൽ മേഖലയിലെ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാനാണ് യുവജന കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.